ഹായ്, ഇന്നൊരു ചിക്കൻ ചുടുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മളിങ്ങനെ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ചിക്കൻ ചുടണമെന്ന്. അപ്പം നമ്മൾ മാത്രമല്ല, നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ നമ്മുടെ നെയ്ബേഴ്സും ഉണ്ട് കേട്ടോ. അവിടുത്തെ ഒരു കാക്കയും താത്തയും അവിടെ ഇങ്ങനെ കാക്കയ്ക്ക് ചിക്കൻ ചുടാൻ ഭയങ്കര എന്നാൽ പിന്നെ എന്തായാലും നമ്മളും ചിന്തിച്ച്. അപ്പം അവിടെ നിന്ന് കാക്ക ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. കാക്കയാണ് ചിക്കനൊക്കെ വാങ്ങിയത്. അപ്പം നമ്മൾ ചേട്ടയാണ് ഇതിൻ്റെ മസാലയൊക്കെ ഇടുന്നത്. ചേട്ടനാണെങ്കിൽ എന്തുവാ മസാലയുടെ വീഡിയോ ഒന്നും മസാല മിക്സ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ കണക്കെ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. മസാല ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇച്ചിരി കുഞ്ഞ് ജീരകം, പെരുംജീരകം, പിന്നെ കറിവേപ്പില, മല്ലിയില, നാരങ്ങാനീര്, സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, ഇങ്ങനെ പറയുന്ന കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ ഇട്ടിട്ടാണ് അത് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേട്ടൻ അത് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് ഇത് കുറേ നേരം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണം. നമ്മൾ വെച്ചിട്ടില്ല, അതിനുള്ള നേരം ഒന്നും കിട്ടിയില്ലെന്നേ നയ്യാന. പിന്നെ നമ്മൾ ചുടാനുള്ള സെറ്റപ്പാക്കി. ഗ്രില്ല് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മുറിക്കാനൊന്നും പിന്നെ നമ്മൾ നിന്നില്ല. ഉള്ള കണക്ക് നേരെ പൊക്കിയെടുത്ത് അടുപ്പിൻ്റെ മൂട്ടി വെച്ച്. അത് അപ്പുറത്തെ വീട്ടിലെ പയ്യന്മാരാണ് കേട്ടോ, റയാൻ അമ്മനാണ്. അപ്പോൾ ചേട്ടൻ അടുപ്പ് കൂട്ടി മറ്റേ കനലിടുകയാണ് കേട്ടോ. ഇതിന് നല്ല കനൽ വേണ്ടേ. കനൽ ഓൾറെഡി നേരത്തെ കൂട്ടിയത്, അത് നിന്ന് കത്തുക കേട്ടോ. അത് കത്തിയിട്ട് മറ്റേ ഇങ്ങനെ എന്താ പറയുക, വെള്ളം വെച്ച് അണച്ചിട്ടാണ് പിന്നെ നമ്മൾ സാധനം പറക്കി വെക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചേട്ടയാണ് നമ്മുടെ മെയിൻ ഷെഫ് ബിപിൻ എന്നാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. ചേട്ടൻ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്മാർ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഹൈ കൂയൊക്കെയാണ് കാണിക്കുന്നത്. സൗണ്ട് മ്യൂട്ട് ചെയ്തുകൊണ്ട് അതൊക്കെ പോയി. ചേട്ടാ അതിങ്ങനെ നൈസിന് തീ കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. തീ എന്നിട്ടത് ഇട്ട് അണക്കിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല, എന്നാലും എന്തെങ്കിലും പറയണ്ടേന്ന് ഓർത്തിട്ട് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലും മറ്റേ നാരങ്ങ നീരും പിന്നെ ഇത്തിരി ഉപ്പും കൂടെ മിക്സ് ചെയ്തൊരു ഓയിലിനകത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ചേട്ടാ ഇപ്പോൾ ബ്രഷ് ചെയ്യാണ് കേട്ടോ. അത് ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേ ആ ബ്രഷിൻ്റെ ആ സാധനം ഉണ്ടല്ലോ, മറ്റേ ബ്രഷ്, ആ സിലിക്കോൺ കണക്കത്തെ, അത് അടുപ്പിനകത്തും കളഞ്ഞ്. എന്നിട്ടാണ് പറഞ്ഞത്, അയ്യോ ചിന്നു അത് പോയടിയെന്ന്. ഞാൻ പിന്നെ നന്നായിരുന്നു. നമ്മൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്യുന്നതല്ലേ മറ്റേ തവയിലൊക്കെ. അതെന്തായാലും അടുപ്പിൻ്റെ മുട്ടിലിട്ട് സ്വാഹ. എന്നിട്ട് ഓരോ ചിക്കനായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക ചേട്ടാ കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ ഓയിലിൻ്റെ മിക്സാണ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓരോ പീസുകളായിട്ട് ഇങ്ങനെ പറക്കിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ചേട്ടൻ ഭയങ്കര പ്രൊഫഷണലാണ് കേട്ടോ. ചുമയാണ് കേട്ടോ, എന്ത് ചെയ്യാനാ. ഇച്ചിരി അസുഖമൊക്കെ ആയിട്ട് ഇരിക്കുക, പനിയൊക്കെ ആയിട്ട് ഇരിക്കുക. എന്നാലും കുറവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ദിവസം കൊണ്ട് വീഡിയോയും കാര്യങ്ങളും ഒന്നും ഞാൻ ഇടാതിരുന്നത്. ചിക്കൻ അത്രയും ഇങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബാക്കി വന്ന മസാല അതിൻ്റെ മേത്തോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തേച്ച് കൊടുക്കും. നല്ല ചൂടാണ് കേട്ടോ, അതിൻ്റെ അടുത്തൊന്നും നിൽക്കാനേ വയ്യ. കൈയൊക്കെ നല്ല പൊള്ളും, നല്ല ചൂടടിക്കും നമ്മുടെ നെത്ത്. പിന്നെ രാത്രിയിലായതുകൊണ്ട് ഒരു തണുപ്പുള്ളത് കൊണ്ട് വലിയ സീനില്ല. എന്നാലും ചേട്ടയുടെ കൈയൊക്കെ നന്നാ പൊള്ളു കേട്ടോ. അതിങ്ങനെ ചിക്കൻ ഇങ്ങനെ ഗ്രില്ലിനകത്ത് നിരത്തിയിട്ടതാണ് കേട്ടോ. ഇപ്പം അതൊരുവിധം വെന്ത് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നമ്മളത് നല്ല കിടുപ്പായിട്ട് വെന്ത് കേട്ടോ. ഏകദേശം വെന്ത് തീരാറായി. നല്ല വെന്ത് മസാലയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ കുബൂസാണ് കേട്ടോ മേടിക്കാനിരുന്നത്. കുബൂസിന് വന്നിപ്പോൾ എൻ്റെ കുബൂസ് തീർന്നു പോയി. പിന്നെ എന്തെങ്കിലും വേണ്ടേ, അതുകൊണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തി വാങ്ങിച്ചു. 2 പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചപ്പം എന്നാൽ പിന്നെ അടുപ്പിൽ ചുടാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടാ പറഞ്ഞു, വേണ്ട ഇങ്ങനെ ചുടും, ഇത് ഭയങ്കര ടേസ്റ്റാണെന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, അവരൊക്കെ അല്ലേ ഇതൊക്കെ ചുട്ട് മറ്റേ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ ചുട്ടൊക്കെ കഴിച്ചിട്ടുള്ളത്. അങ്ങനെ